ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഓവൻ ഇല്ലാത്തവർക്കും ഈ കേക്ക് തയ്യാറാക്കാവുന്നതാണ്. കുക്കറിലാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന ഒരു കേക്കാണിത്. ഈ കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. ഒരു അരിപ്പിലേക്ക് 3/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മാറ്റിവെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടി കുറച്ച് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കാം. കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കേക്ക് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഞാനിവിടെ കേക്ക് തയ്യാറാക്കാനായിട്ട് 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇറക്കി വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ബട്ടർ പേപ്പറിന്റെ മുകൾ ഭാഗത്ത് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കറക്കി കൊടുക്കാം. എയർ ബബിൾസ് പോകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇന്ന് നമ്മളിവിടെ കേക്ക് തയ്യാറാക്കുന്നത് ഓവനിലല്ല, ഒരു കുക്കറിലാണ്. കുക്കർ 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു റിംഗ് ഇറക്കി വെച്ച് കൊടുക്കാം. റിംഗ് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലും ബേക്ക് ചെയ്തെടുക്കുക. കുക്കറിൽ ഫിസിൽ ഇടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 30 മിനിറ്റ് ബേക്ക് ചെയ്തതിന് ശേഷം കുക്കർ തുറന്നു നോക്കാം. കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം. ടൂത്ത് പിക്കിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കുന്നതിനായിട്ട് മാറ്റിവെക്കാം. കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഡീമോൾഡ് ചെയ്ത കേക്ക് ലെയറുകളായിട്ട് കട്ട് ചെയ്യാം. കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ കൂടി ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യാം. വിപ്പിംഗ് ക്രീം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബീറ്റ് ചെയ്തെടുക്കാം. ബൗൾ കമിഴ്ത്തി പിടിച്ചാലും താഴേക്ക് വരാത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, ഒരു പിഞ്ചളവിൽ ഉപ്പ്, 1/2 കപ്പ് പച്ചവെള്ളം ഇതെല്ലാം ചേർത്ത് വെള്ളം തിളപ്പിച്ച് പഞ്ചസാര ഉരുക്കിയെടുക്കാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഷുഗർ സിറപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കുന്നതിനായിട്ട് മാറ്റിവെക്കാം. അടുത്തതായി ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം. ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാനിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഒഴിച്ച് സ്റ്റൗ ഒന്ന് കത്തിച്ച് മീഡിയം ഫ്ലെയിമിൽ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് തിളച്ച് പോകരുത്, ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും. ഇനി സ്റ്റൗവ് ഓഫ് ചെയ്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാർക്ക് കോമ്പൗണ്ട് 2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഡാർക്ക് കോമ്പൗണ്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വിപ്പിംഗ് ക്രീം ചൂടായ അതേ ചൂടിൽ തന്നെ ഡാർക്ക് കോമ്പൗണ്ട് ഉരുകി വരും. ഇതിലേക്ക് 50 ഗ്രാം ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ചോക്ലേറ്റ് ഗനാഷു ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കുന്നതിനായിട്ട് മാറ്റിവെക്കാം. കേക്ക് ക്രീം അടിച്ച് സെറ്റാക്കി എടുക്കാം. ക്രീം അടിച്ച് സെറ്റാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ബോർഡിലേക്ക് ക്രീം വെച്ച് കൊടുക്കാം. അടുത്തതായി ലെയറുകളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് ലെയറുകളാക്കി കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് കേക്കിൻ്റെ സോഫ്റ്റ്നെസ് കാരണം കേക്കിൻ്റെ സൈഡ് പൊടിഞ്ഞു പോയിട്ടുണ്ട്. അത് ക്രീം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് സോക്ക് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് സോക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ക്രീം വെച്ച് സെറ്റാക്കി എടുക്കാം. ക്രീം വെച്ച് ലെവലാക്കിയതിന് ശേഷം അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ച് സോക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും ക്രീം വെച്ച് കൊടുക്കാം. ക്രീം വെച്ച് കേക്ക് നന്നായിട്ട് ലെവലാക്കി എടുക്കാം. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് വെച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് സോക്ക് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് സോക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ക്രീം വെച്ച് കൊടുത്ത് കേക്ക് ക്രീം വെച്ച് സെറ്റാക്കി എടുക്കാം. കേക്കിൻ്റെ സൈഡ് ഇതുപോലെ വശങ്ങളും എല്ലാം നന്നായിട്ട് റൗണ്ടാക്കി എടുക്കാം. നല്ലൊരു ഷേപ്പ് വരുത്തിയെടുക്കാം. ഇനി ക്രീം ഒന്ന് സെറ്റായി വരുന്നതിന് വേണ്ടി അരമണിക്കൂർ കേക്ക് ഫ്രീസറിൽ വയ്ക്കാം. കേക്ക് അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഒരു ബൗളിൽ ഇതുപോലെ ഗ്ലാസ് ഇറക്കി വെച്ച് കൊടുത്ത് കേക്ക് ബോർഡ് ഗ്ലാസ്സിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗനാഷു കേക്കിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ മുകൾ ഭാഗത്ത് വീണതിന് ശേഷം ഗനാഷു തറയിൽ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ബൗളിന് പുറത്ത് ഗ്ലാസ് വെച്ച് സെറ്റാക്കിയിരിക്കുന്നത്. കേക്ക് ബോർഡിന് പുറത്ത് ഒലിച്ചു നിൽക്കുന്ന ഗനാഷു ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. കേക്ക് ഗനാഷു ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ജെംസ് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡിയായിട്ടുണ്ട്. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.